ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും എന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ പോസ് ചെയ്യുന്നത്. വേറെ ഒന്നിനുമല്ല ഗൈസ്, ഇന്ന് നമുക്കൊരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഓരോ ഡ്രസ്സ് ഇടുമ്പോൾ ഇങ്ങനെയൊക്കെ പോസ് ചെയ്താലല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഒരു വെറൈറ്റി ഒന്ന് മാറ്റി പിടിച്ചാൽ ദാ ഇങ്ങനെ നോക്കുന്നു, പിന്നെ ദാ അങ്ങോട്ട് നോക്കുന്നു. എല്ലാവരും ചെയ്തപോലെ മടുത്തു, ബാ എൻ്റെ കൂടെ പോരെ. ഹോൾ വീഡിയോയിലേക്ക് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുകയാണ്. കുറേ കാണിക്കാനുണ്ട്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ ഡ്രസ്സുകൾ കാണിക്കാനുണ്ട്. ആദ്യമേ ഹീൽസ് ഒന്ന് ഊരട്ടെ. ബൈ ഇത് എൻ്റെ ഹീൽസേ അല്ല കേട്ടോ. അപ്പം ദാനം കിട്ടിയ കാര്യം നമ്മൾ ഇടുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക്. ഇന്നത്തെ ഹോൾ വീഡിയോയ്ക്കുള്ള കുർത്ത പാൻറ്റ് സെറ്റുകളാണ്. നിങ്ങൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഓരോ ഡ്രസ്സ് ഇടുമ്പോൾ ചേച്ചി ഇത് എവിടെ നിന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇന്നേതായാലും ആ സീക്രട്ട് റിവീൽ ചെയ്യാമെന്ന്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കളക്ഷൻസ് ഇഷ്ടപ്പെടും. ആൻഡ് അബവ് ദാറ്റ് ഇറ്റ് ഈസ് വെരി അഫോർഡബിൾ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇത്രയും കുർത്ത സെറ്റ്സ് ഉള്ളത്. ആദ്യമായിട്ട് നമ്മുടെ ഇരിപ്പിടം ഒന്ന് ശരിയാക്കാം. അതിന് ഞാൻ കൊച്ചിൻ്റെ ചെറിയ ചെയർ നൈസായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെറ്റ്. ആദ്യമേ കാണിക്കാൻ പോകുന്ന ഈ ബ്ലാക്ക് സെറ്റാണ്. നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അടിപൊളി സെറ്റാണ്. ഇൻഡോ എറ എന്ന ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ വില വന്നത് ഞാൻ മേടിക്കുന്ന ടൈമിൽ ഒരു 1005 റുപ്പീസായിരുന്നു ഇതിൻ്റെ റേറ്റ്. കോട്ടൺ ബ്ലെൻഡാണിത്. കോട്ടൺ ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി വെയർസ് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ചെറിയ ഫങ്ഷനുകൾ പോകാൻ സിമ്പിൾ ലുക്ക് വേണ്ട ആൾക്കാർക്ക് ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വെയർ തന്നെയാണ്. ഇത് ഇപ്പം ഞാൻ ഇന്നലെ വന്നു പൊട്ടിച്ചു നിങ്ങളെ കാണിക്കുന്ന ഒരു ഡ്രസ്സല്ല. ഞാൻ ഇട്ട് ഒരു 3 months ഇട്ട് കഴുകി അതിൻ്റെ ഷേപ്പ് മൊത്തത്തിൽ നോക്കിയിട്ട് മാറ്റാൻ പറ്റാത്ത ഡ്രസ്സുകളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ, ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ്. അതായത് കൊച്ചു ഫങ്ഷൻസ് ലൈക്ക് ബാപ്റ്റിസം, മധുരം വെപ്പ്, ഹൽദി അങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻസിന് വരെ നമുക്ക് ഇടാൻ പറ്റിയാണ് അടിപൊളി ഒരു വെയറാണ് ഈ കുർത്ത പാൻറ്റ് സെറ്റ്. രണ്ടാമതായിട്ട് കാണിക്കാൻ പോണ ഈയിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട് വാഷൊക്കെ ചെയ്തതാകട്ടോ. ഭയങ്കര ഇഷ്ടം എനിക്കിതൊരു വൈറ്റ് റയോണിൻ്റെ, വിസ്കസ് റയോണിൻ്റെ ആണ്. ചാരു എന്ന ബ്രാൻഡിൻ്റെ. എൻ്റെ പൊന്നു ഗൈസ്, ഇത് ഒരു അടിപൊളി സാധനം. അതിൻ്റെ എംബ്രോയിഡറി വർക്കാണ്, നല്ല രസമാണ്. സൈഡ് സ്ലിറ്റ് അല്ല, ഫ്രണ്ട് സ്ലിറ്റാണ്. അപ്പോൾ സൈഡിൽ നിങ്ങൾക്ക് വീഡിയോ റെഫറൻസിന് ഇട്ടിട്ടുണ്ട്. നല്ല കംഫർട്ടബിളാണ്. ഈ അഗെയിൻ പറഞ്ഞതുപോലെ ചെറിയ ഫങ്ഷൻസിന് നിങ്ങൾക്കിടാം. അതല്ലാണ്ട് നിങ്ങൾക്ക് ഡെയിലി വെയറായിട്ടും നിങ്ങൾക്കിടാം. ലൈക്ക് ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും നല്ല കംഫർട്ടബിളാണ്. ഇനി ഇതിൻ്റെ പാൻസ് എല്ലാം വന്നിട്ട് ഒരു പലാസോ ടൈപ്പ് പ്ലാൻസ് ആണ്. കാണിച്ച 2 സൈഡിലേക്ക് ഞാൻ നീക്കി വെച്ചതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ സെറ്റിംഗ് എടുത്തു. അത് ക്ലോസിയ എന്ന് പറയുന്ന ബ്രാൻഡ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് ഗൈസ്. ഞാൻ ഇതിൻ്റെ ഒരെണ്ണമല്ല, ഇതിൻ്റെ ബ്രാൻഡിൽ വേറെയും മേടിച്ചിട്ടുണ്ട്. ഇത് ഒരു ഫ്ലോറൽ പ്രിൻ്റാണ്. ഇതാ കണ്ടോ, ഈ ഒരു ബ്രാൻഡ്. അപ്പം ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് വേറെ ബ്രാൻഡ്സിലും വിൽക്കും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം നല്ലതാവുമെന്ന് എനിക്കറിയില്ല. പേഴ്സണലി ഞാൻ ആ ബ്രാൻഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ബ്രാൻഡിൻ്റെ തന്നെ സൂട്ട്സാണ്. ഇതൊരു സ്മോൾ സൈസ്, എനിക്ക് സ്മോളൊക്കെ മതി. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിംഗ് വേണ്ട ആൾക്കാരാണെങ്കിൽ ഇതൊരു എക്സ്ട്രാ സ്മോൾ സൈസ് പറയാം. പക്ഷേ എനിക്കിത് മതി. കാരണം ഡാൻസ് ക്ലാസ്സസിനും ഒക്കെ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് ഇരിക്കണമെങ്കിൽ ഒരു ലേശം ബ്രീതബിൾ ആയിട്ട് കിടക്കണയാണ് ഇഷ്ടം. ഇത് വിസ്കസ് റയോണിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ദുപ്പട്ടയും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞതുപോലെ ഇത് ഡെയിലി വെയർ. നിങ്ങൾ സ്കൂൾ, കോളേജ്, ഓഫീസ്, എവറിത്തിങ് ഡെയിലി വെയറിന് പറ്റിയ ഒരു സെറ്റാണ്. അങ്ങനത്തെ നമ്മുടെ മൂന്നാമത്തെ സെറ്റും കഴിഞ്ഞ് 4ാമത്തെ സെറ്റിലേക്ക് നീങ്ങുകയാണ്. ഇതും ക്ലോസിയ എന്ന ബ്രാൻഡിൻ്റെ തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ഈ ബ്രാൻഡിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് സൈസാണോ അത് നിങ്ങളുടെ സൈസിൽ തന്നെ കിട്ടും. പലവർക്ക് സംശയമുണ്ട്, സ്മോൾ സൈസിൽ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുമോ. സ്മോൾ സൈസിൽ കിട്ടിയില്ലെങ്കിൽ എക്സ്ട്രാ സൈസ്. ഇത് ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞാൻ കാണിക്കുന്നത് ഇത് കോട്ടൺ ആണ്. കോട്ടൻ്റെ മെറ്റീരിയലാണ്. വൈറ്റ് ഫ്ലോറൽ പ്രിൻറ്റ് വന്നത്. ഇത് റേറ്റ് 782 ആണ്. ഞാൻ മേടിച്ചപ്പം 782 ആണ്. നല്ലതാണ്. യോക്ക് പീസ് വന്നിട്ട് ഫ്ലാറ്റ്. പക്ഷേ ചെറിയൊരു വിഷമം, ഞാൻ അതിനെ ഇട്ട് അതിൻ്റെ ആ ഷോൾഡറിൻ്റെ വശം ചെറുതായിട്ട് ഒന്ന് ക്ലോത്ത് ഇതായിട്ടുണ്ട്. പക്ഷേ ഗൈസ് അത് എൻ്റെ തെറ്റുകൊണ്ട് മാത്രം. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയും ഞാൻ ഈ ബ്രാൻഡിൻ്റെ വാങ്ങിക്കും. കാരണം നിങ്ങൾ വൺസ് ഈ ബ്രാൻഡിൻ്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിളാണ്. ഞാൻ പറഞ്ഞു, ഞാനിത് ഇട്ട് അലക്കി ഇതിൻ്റെ
ഷേപ്പ് മൊത്തത്തിൽ മാറ്റാൻ നോക്കുന്ന ഒരാളായിരുന്നു. അതായത് നമുക്ക് ഈ മേടിക്കുന്ന സാധനം അഫോർഡബിൾ ആണോ അല്ലയോ നോക്കണ്ടേ. സോ ഇത് നല്ലൊരു അഫോർഡബിളാണ്. അതിൻ്റെ ദുപ്പട്ടയൊക്കെ വന്നാൽ ഒരു റിട്രോ സ്റ്റൈൽ നല്ലതാണ്. ഡെയിലി വെയറിന് ഇറ്റ്സ് വെരി ഗുഡ്. ഇനി ഞാൻ എണ്ണുകയാണ് എത്ര സെറ്റ് ഇനിയും നിങ്ങളെ കാണിക്കാനുണ്ടെന്ന്. 1, 2, 3. ആദ്യം എൻ്റെ അടുത്ത ഫേവറേറ്റ് ആണ്. എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല കേട്ടോ. ഒരു നല്ല പാരറ്റ് ഗ്രീനാണ്. കെച്ചാണ് ഇതിൻ്റെ ബ്രാൻഡ്. ഈ ബ്രാൻഡ് ഞാൻ റീസെൻ്റ്ലി ആയിട്ടുള്ളൂ ഇത് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ സ്മോൾ സൈസ് എന്ന് വെച്ചാൽ മേത്ത് തയ്ച്ച് വെച്ചിരിക്കുന്ന മാതിരിയായിരിക്കും അതിൻ്റെ ഒരു പ്രോഡക്റ്റ്. അപ്പം ഏത് സൈസാണോ നിങ്ങൾക്ക് വേണ്ടത് ഇതിൻ്റെ എക്സാക്റ്റ് സൈസ് തന്നെ ഓർഡർ ചെയ്യുക. പിന്നെ അത് ഇങ്ങനെ ഫ്ലീറ്റിട്ട് ഫ്ലെയർ ഇട്ട് തയ്ച്ചിരിക്കണം. നമ്മൾ ഇങ്ങനത്തെ ഒരു അനാർക്കലി തയ്ച്ച് നമ്മുടെ കയ്യിൽ വരുമ്പോൾ 12,000 രൂപ പോയി കിട്ടും ഗൈസ്. ഞാനിത് ഫുൾ സെറ്റ് വാങ്ങിച്ചത് 777. യെസ്, അൺബിലീവബിൾ അല്ലേ? എനിക്കും സത്യം പറഞ്ഞാൽ ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് റേറ്റ് കുറവിലാണ് എനിക്ക് ഇത് കിട്ടിയത്. ക്വാളിറ്റിയുടെ കാര്യത്തിലും നല്ലതാണ്. ഡെയിലി യൂസ്, നമുക്ക് ചെറിയ ഫങ്ഷൻസിന് ഞാൻ കൂടുതൽ ഇങ്ങനത്തെ ഫ്ലോറൽ പ്രിൻസ് ആയിരിക്കും കേട്ടോ. ദുപ്പത്തിലൊന്ന് ഇടാൻ നോക്കിയതാണ്. നല്ല സുന്ദരിക്കുട്ടിയായില്ലേ ഇപ്പോൾ? പോയി. ഇനിയിപ്പം നമുക്ക് അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത സെറ്റിലേക്ക് സമയം ഒട്ടും കളയാണ്ട് നീങ്ങാം. ഇതൊരു ബ്ലൂ, അതായത് പ്ലെയിൻ സോളിഡ് കളർ നോക്കി പോയതാണ്. ബട്ട് ഇത് ഫിയോറ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ആലിയ കട്ട് നോക്കി പോയതാണ്. കുഴപ്പമില്ല. ക്രേപ്പ് കുർത്തിയാണ്. അതായത് ചൂട് കാലത്ത് നിങ്ങൾക്ക് ഇടാൻ പറ്റിയല്ല. ബട്ട് എലഗൻ്റ് ആണ്, സൂപ്പറാണ്. ലുക്ക് നല്ലൊരു ലുക്ക് കിട്ടും. ഞാൻ കൂടുതലും വീഡിയോസും ഡെയിലി യൂസും ഇതെല്ലാം കൂടി ഓർത്താണ്. കാരണം നമ്മൾ ഒരു പർപ്പസിനായിട്ട് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ നമുക്കത് പലയിടത്ത് യൂസ് ചെയ്യാൻ രീതിയിൽ നമുക്ക് ആ ഡ്രസ്സ് വാങ്ങിക്കണം. ആലിയക്കട്ടാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. താഴെ ചെറിയ ഫ്ലീറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാണ്. പക്ഷേ ചൂട് കാലത്ത് ഒരു ചെറിയ പ്രശ്നമാണ്. വേർപ്പുള്ളവർക്ക്, ചൂടെടുക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാകും. അടുത്തത് ഈ നേവി ബ്ലൂ. ഇതും ക്ലോസിയയുടെ ഒരു സെറ്റാണ്. ഈ നേവി ബ്ലൂ സെറ്റ് ഞാൻ മേടിച്ചത് 801 ക്ലോസിയയുടെ. കണ്ടില്ലേ? ഇതും ഈ പറഞ്ഞതുപോലെ എപ്പോൾ പോയാലും പെട്ടെന്ന്, അതായത് നിങ്ങൾക്ക് തേക്കാൻ സമയമില്ല, പെട്ടെന്ന് എടുത്തിട്ടുണ്ട് ഓടേണ്ടത്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സുകൾ വളരെ യൂസ്ഫുള്ളാണ്. ഇത് ഇങ്ങനെ അനാർക്കലി പാറ്റേൺ വന്നിട്ട് അതിൻ്റെ പാൻറ്റുമുണ്ട്, അതിൻ്റെ ഷോളും എല്ലാമുണ്ട്. എല്ലാം തന്നെ പാൻസ്, ഇതിൻ്റെ എല്ലാം ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് എല്ലാത്തിനും തന്നെ പാൻസ് ഇങ്ങനെ പലാസോ ആണ്. ബിക്കോസ് കംഫർട്ടബിളായിട്ട് കിടക്കാനാണ്. ഇനി നിങ്ങൾക്ക് പലാസോ വേണ്ട എങ്കിൽ സിമ്പിളായിട്ട് കുർത്തി ഇട്ടിട്ട് ലെഗിങ്സ് മാറ്റി പിടിക്കാം. പക്ഷേ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്ന ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തേതാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും കുട്ടി വ്ളോഗ്സുമായിട്ട് വരാം. അപ്പോഴത്തേക്കിനും സ്റ്റേ ട്യൂൺഡ്. ബൈ. ടാറ്റയൊക്കെ പറയാൻ വരട്ടെ. അതിന് മുമ്പായിട്ട് ഈ കുർത്തിയുടെ പ്രൈസ് ഒന്ന് ഗസ് ചെയ്യാമോ? നമുക്ക് നോക്കാമല്ലോ. ഈ കുർത്തിക്ക് നിങ്ങൾ എത്ര രൂപ ആണ് പറയുന്നത്? അപ്പോൾ വേറൊരു വീഡിയോ ആയി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ടാറ്റ, ബൈ. ലോട്ട്സ് ഓഫ് ലവ്.